ഈ വീഡിയോയിൽ നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. അടുത്ത ഒരു വർഷത്തിൽ സ്റ്റോക്ക് മാർക്കറ്റ് അഥവാ നമ്മുടെ നിഫ്റ്റി എത്ര റിട്ടേൺസ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാണ്. ഇനിയൊരു ഡിസ്ക്ലൈമർ ഉണ്ട്, ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊരു ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുത്. ജസ്റ്റ് ഒരു എഡ്യൂക്കേഷണൽ പേർപ്പസിന് മാത്രം ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ പ്രഡിക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഒന്ന് നിഫ്റ്റിയുടെ പ്രൈസും മറ്റേത് അതിൻ്റെ ഏർണിങ്സും. പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഓവർ ദി ഇയേഴ്സ് കഴിഞ്ഞ 10 വർഷങ്ങളിൽ നിഫ്റ്റിയുടെ പ്രൈസ് റെഡ് കളറിൽ ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നിഫ്റ്റി 500 ഇൻഡെക്സ് ആണ്. ഇന്ത്യയിലെ ടോപ്പ് 500 കമ്പനീസ് അടങ്ങുന്ന ഇൻഡെക്സ് ആണ് നിഫ്റ്റി 500 ഇൻഡെക്സ്. ആ കമ്പനീസിൻ്റെ ഏർണിങ്സ് ആണ് ഈ നീല കളറിൽ കാണുന്നത്. അപ്പോൾ ഏർണിങ്സ് പെർ ഷെയർ എടുത്തിരിക്കുന്നത്, അതായത് ഒരാളുടെ ഷെയറിന് കിട്ടുന്ന ഏർണിങ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏർണിങ്സ് പെർ ഷെയറിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് കാണാം മുകളിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. 10 വർഷത്തിലെ മൊത്തത്തെ ഗ്രാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രത്തോളം ഏർണിങ്സ് മുകളിലേക്ക് പോയിട്ടുണ്ടോ ഓൾമോസ്റ്റ് അത്ര തന്നെ പ്രൈസാണ് മുകളിലേക്ക് പോയിരിക്കുന്നത്. മാത്രമല്ല ഏർണിങ്സും പ്രൈസും ഏകദേശം ഒരേപോലെയാണ് മുകളിലേക്കും പോയിരിക്കുന്നത്. ഇത് 10 വർഷത്തെ കാര്യം മാത്രമല്ല, കഴിഞ്ഞ 10, 20, 30 വർഷത്തെ ഗ്രാഫുകൾ നമ്മൾ എടുത്താലും എങ്ങനെയാണോ ഏർണിങ്സ് പോവുക ഏകദേശം അങ്ങനെ തന്നെ ആയിരിക്കും പ്രൈസും പോവുക. അത് ലോജിക്കലിയും സെൻസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം നമ്മൾ എന്തിനാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ആ സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്സ് അഥവാ കമ്പനീസ് പൈസ ഉണ്ടാക്കുന്നുണ്ട്, ഏർണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ആ പ്രോഫിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓബ്വിയസ്ലി ആ കമ്പനിയുടെ അഥവാ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മളും ആസ് ഇൻവെസ്റ്റേഴ്സ് പൈസ ഉണ്ടാക്കുക. നാളെ ഓബ്വിയസ്ലി ഏർണിങ്സ് ഒന്നുമില്ല, ഇങ്ങനെ ഓരോ വർഷം കൂടുമ്പോൾ പ്രോഫിറ്റ് താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സ്റ്റോക്കുകളുടെയൊക്കെ പ്രൈസും താഴേക്ക് പോകും. നേരെ മറിച്ച് ഈ സ്റ്റോക്കുകളുടെയൊക്കെ ഏർണിങ്സ് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അതിൻ്റെയൊക്കെ പ്രൈസും മുകളിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയും അതുപോലെ ഓവറോൾ സ്റ്റോക്ക് മാർക്കറ്റും മുകളിലേക്ക് ആയിരിക്കുമ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ലോജിക്ക്. ഈ ലോജിക്ക് റിയൽ ലൈഫിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? തീർച്ചയായും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? അതായത് എപ്പോഴും പ്രൈസും ഏർണിങ്സും ഒരേപോലെയാണ് പോകുന്നത്? ഒബ്വിയസ്ലി അല്ല. നിങ്ങൾ ഗ്രാഫ് നോക്കുമ്പോഴും മനസ്സിലാവും, ചില സമയത്ത് പ്രൈസ് മുന്നിൽ നിൽക്കും, ഏർണിങ്സ് മെല്ലെ ക്യാച്ചപ്പ് ചെയ്യുള്ളൂ. ഏതാണ്ട് ഇവിടെ എത്തുമ്പോൾ ക്യാച്ചപ്പായി. ചില സമയത്ത് ഏർണിങ്സ് മുന്നിൽ നിൽക്കും, പ്രൈസും എല്ലാം ക്യാച്ചപ്പ് ആവുള്ളൂ. അപ്പോൾ കാര്യം അവസാനം രണ്ടുപേരും ഒരുമിക്കുമെങ്കിലും എപ്പോഴും ഒരേപോലെയല്ല പോകുന്നത്. ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണ്? ഫോർ എക്സാമ്പിൾ ഇവിടെ പ്രൈസ് മുന്നിലാണ് നിൽക്കുന്നത്, പക്ഷേ ഏർണിങ്സ് കുറച്ച് പുറകിലാണ്. അങ്ങനത്തെ സാഹചര്യത്തിൽ പ്രൈസ് കുറച്ച് ഓൾറെഡി മുന്നിലായിപ്പോയി. അപ്പോൾ ആ ഏർണിങ്സ് വരാൻ വേണ്ടി പ്രൈസ് വെയിറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് ടേമിൽ നോക്കുകയാണെങ്കിൽ 6 മാസം 1 വർഷമൊക്കെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി അഥവാ സ്റ്റോക്ക് മാർക്കറ്റ് കാര്യമായിട്ട് റിട്ടേൺസ് തരില്ല. കാരണം ആ ഏർണിങ്സ് ക്യാച്ചപ്പ് ചെയ്യണമല്ലോ. നേരെ മറിച്ചോ ഈ ഒരു സിറ്റുവേഷനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏർണിങ്സ് ഓൾറെഡി മുന്നിലാണ്, പ്രൈസാണ് ക്യാച്ചപ്പ് ചെയ്യേണ്ടത്. അത് നല്ലൊരു കാര്യമാണ്. കാരണം എന്തായാലും പ്രൈസ് വന്നോളും. അതുകൊണ്ട് തന്നെ ആ സമയത്തൊക്കെ നിങ്ങൾ നല്ലൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു വർഷത്തിൽ അല്ലെങ്കിൽ അടുത്ത 2 വർഷത്തിലേക്ക് നല്ല റിട്ടേൺസ് സ്റ്റോക്ക് മാർക്കറ്റ് തരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഏർണിങ്സ് ഓൾറെഡി മുകളിലാണ്, പ്രൈസ് ഒന്ന് അവിടെ എത്തിയാൽ മതി. അപ്പോൾ ഗ്യാരണ്ടീഡ് ആണ് നമുക്ക്. അപ്പോൾ ഐഡിയലി ആസ് ഇൻവെസ്റ്റേഴ്സ് നമുക്ക് വേണ്ടത് ഏർണിങ്സ് മുന്നിലും പ്രൈസ് കുറച്ച് താഴെയാണ് നമുക്ക് വേണ്ടത്. കാരണം നമുക്ക് ഉറപ്പാണ് അടുത്ത 1-2 വർഷങ്ങളിൽ ആ പ്രൈസ് ക്യാച്ചപ്പ് ചെയ്യും, നമ്മൾ നല്ല റിട്ടേൺസ് ഉണ്ടാക്കും. ഇനി ഈ പറഞ്ഞ കാര്യം നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. കാരണം ഇങ്ങനെ ഗ്രാഫ് നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് എന്താണ് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷൻ നടത്താൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കാര്യം സിമ്പിളായിട്ട് ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് നോക്കേണ്ട റേഷ്യോ ആണ് പി റേഷ്യോ. ഇനി പൊതുവേ ഈ പി റേഷ്യോ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഇൻഡിവിജ്വൽ സ്റ്റോക്സിൻ്റെ കാര്യത്തിലാണ് നമ്മൾ പൊതുവെ പറയാറ്. പക്ഷേ നമ്മുടെ ഇൻഡെക്സിൻ്റെ അഥവാ നിഫ്റ്റിയുടെ കാര്യത്തിൽ നമുക്കിത് പറയാൻ പറ്റും. പി റേഷ്യോയുടെ ഫോർമുല ഭയങ്കര സിമ്പിളാണ്. സ്റ്റോക്ക് പ്രൈസ് ആയിരിക്കും മുകളിൽ വരിക, താഴെ ഏർണിംഗ് പെർ ഷെയർ ആയിരിക്കും വരിക. നമ്മുടെ ഗ്രാഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ റെഡ് ഗ്രാഫ് ആയിരിക്കും മുകളിൽ വരിക, താഴെ നമ്മുടെ നീല ഗ്രാഫ് ആയിരിക്കും വരിക. പ്രൈസ് പെർ ഷെയർ ഡിവൈഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ ആണ് പി റേഷ്യോ. ആകെയുള്ള വ്യത്യാസം നമ്മൾ പൊതുവേ നമ്മൾ സ്റ്റോക്കിൻ്റെ എടുക്കുമ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസ് മുകളിൽ എടുക്കും, സ്റ്റോക്കിൻ്റെ ഏർണിങ്സ് പെർ ഷെയർ താഴെ എടുക്കും. ഇവിടെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയാണ് എടുക്കുക. അതായത് നിഫ്റ്റിയുടെ സ്റ്റോക്ക് പ്രൈസ്, നിഫ്റ്റിയുടെ പ്രൈസ് ഉണ്ട് ഇൻഡെക്സ് വാല്യൂ, അത് മുകളിലെടുക്കും. താഴെ നിഫ്റ്റിയുടെ കമ്പനീസിൻ്റെ ഏർണിങ്സ് പെർ ഷെയർ ആയിരിക്കും താഴെ വരിക. അത് രണ്ടും കൂടി ഇട്ട് കൊടുത്താൽ നമുക്ക് എന്താണ് നിഫ്റ്റിയുടെ പി റേഷ്യോ കിട്ടും. അങ്ങനെ നിഫ്റ്റിയുടെ പി റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? നമുക്ക് ആക്ച്വലി ഒരു ചാർട്ട് വെച്ച് നോക്കാം. ഹലോ എവരിവൺ. അപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്നാൽ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടത്, ഏത് ഫണ്ട്സാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നാവുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഈ കാര്യം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കോഴ്സിൻ്റെ പേര് മ്യൂച്വൽ ഫണ്ട് മെയ്ഡ് ഈസി എന്നാണ്. ഈ ഒരു കോഴ്സിൽ ഏറ്റവും ബിഗിനർ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നും എങ്ങനെയാണ് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടതെന്നും മാത്രമല്ല ഈ മ്യൂച്വൽ ഫണ്ട്സ് ലോങ് ടേമിൽ നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കോഴ്സിലൂടെ മ്യൂച്വൽ ഫണ്ട്സ് ശരിക്കും മനസ്സിലാക്കുകയും അതുവഴി അതിന്റെ മാക്സിമം ബെനിഫിറ്റ് നിങ്ങൾക്ക് ലൈഫിൽ കിട്ടണമെങ്കിൽ തീർച്ചയായും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്ന 2 ലൈൻസ് ഉണ്ട്. അതിൽ ഈ പിങ്ക് ലൈനാണ് നിഫ്റ്റിയുടെ പി റേഷ്യോ, പിന്നെ താഴെ കാണുന്ന ഗ്രീൻ ലൈൻ ആക്ച്വൽ നിഫ്റ്റിയുടെ പ്രൈസാണ്, അത് മുകളിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാം. ബട്ട് 2006 മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മുകളിലേക്കേ പോയിട്ടുള്ളൂ. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസയും ഭയങ്കരമായിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ടാവും. CAGR റിട്ടേൺസ് ഒക്കെ നോക്കുകയാണെങ്കിൽ 12% ഓൾമോസ്റ്റ് കയറിയ പോലെ ആയിരിക്കും പോയിട്ടുണ്ടാവും. വളരെ നല്ല കാര്യം. പക്ഷേ പി റേഷ്യോ അതുപോലെ പോയിട്ടില്ല. പി റേഷ്യോ ഒരു റേഞ്ചിൽ ഇങ്ങനെ നിൽക്കുകയാണ്. മുകളിലേക്കും താഴേക്കും പോകുന്നുണ്ട്, പക്ഷേ ഒരു റേഞ്ചിൽ ഇങ്ങനെ നിൽക്കുകയാണ്.
തന്നെയല്ലേ വേണ്ട. നിങ്ങൾ ആലോചിച്ചു, ഞാൻ പറഞ്ഞത് പി റേഷ്യോ എന്താണ്, പ്രൈസ് ഡിവൈഡ് ബൈ ഏർണിങ്സ് ആണ്. ഈ പ്രൈസും ഏർണിങ്സും രണ്ടും ഏതാണ്ട് മുകളിലേക്ക് ഒരേപോലെയാണ് പോകുന്നതെങ്കിൽ ആ പി റേഷ്യോ ശരിക്കും കോൺസ്റ്റൻ്റ് ആയി നിൽക്കേണ്ട സാധനമാണ്. പക്ഷേ എക്സാക്ട്ലി കോൺസ്റ്റൻ്റ് അല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്ക് പ്രൈസും കുറച്ച് മുകളിലും ഏർണിങ്സ് എത്രത്തോളം വരില്ല, ചിലപ്പോൾ ഏർണിങ്സ് മുകളിലും പ്രൈസ് എത്രത്തോളം വരില്ല. അതുകൊണ്ട് ഒരു ഫ്ലക്ച്വേഷൻ കാണിക്കും, പക്ഷേ വിത്തിൻ ആ റേഞ്ച് ആയിരിക്കും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇടയ്ക്ക് 13 പോയിട്ടുണ്ട് പി റേഷ്യോ, നിഫ്റ്റിയുടെ കാര്യമായിട്ടോ പറയുന്നത്. പിന്നെ ഇടയ്ക്ക് 20 വന്നിട്ടുണ്ട്, വീണ്ടും ഇടയ്ക്ക് 13 പോയിട്ടുണ്ട്, ഇടയ്ക്ക് ഭയങ്കര മുകളിലേക്ക് പോയിട്ടുണ്ട് 27. അതായത് പ്രൈസ് ഭയങ്കര മുകളിൽ പോയി ഏർണിങ്സ് അത്ര എത്തിയില്ല, അപ്പോഴാണ് ഈ 27 എത്തുക. പിന്നെ നമ്മൾ ഇടയ്ക്ക് കോവിഡിൻ്റെ ക്രാഷിൻ്റെ സമയത്തൊക്കെ നോക്കുകയാണെങ്കിൽ പി റേഷ്യോ ഓൾമോസ്റ്റ് 18 പോയിട്ടുണ്ട്. അതായത് ഏർണിങ്സ് നല്ല ഉണ്ട്, പക്ഷേ പ്രൈസ് താഴേക്ക് പോയി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു റേഞ്ചിൽ നിൽക്കുന്നത് കാണാൻ പറ്റും. ഇനി ഈ പി റേഷ്യോ ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും ഇൻസൈറ്റ്സ് കിട്ടുമോ? തീർച്ചയായിട്ടും കിട്ടും. ഫോർ എക്സാമ്പിൾ നമ്മൾ 2007 ടൈമിൽ നോക്കുകയാണെങ്കിൽ 2007 നമ്മുടെ ഫിനാൻഷ്യൽ ക്രൈസിസിൻ്റെ തൊട്ട് മുൻപ് നമ്മൾ നോക്കുകയായിരുന്നെങ്കിൽ നിഫ്റ്റിയുടെ പി ഓൾമോസ്റ്റ് 27.8 ആണ്. അതിനർത്ഥം എന്താണ്? ഏർണിങ്സും കുഴപ്പമൊന്നുമില്ല, പക്ഷേ പ്രൈസ് ഭയങ്കര മുന്നോട്ട് പോയിരിക്കുകയാണ്. അതായത് ഏർണിങ്സിനോട് കമ്പയർ ചെയ്യാണ് പ്രൈസ് ഭയങ്കര കൂടുതലാണ്. അത് നല്ലൊരു കാര്യമാണോ? തീർച്ചയായിട്ടും അല്ല. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പറയും സ്റ്റോക്ക് മാർക്കറ്റ് കുറച്ച് ഓവർ വാല്യൂഡ് ആണെന്ന് പറയും. അതായത് ഏർണിങ്സിനെ വെച്ച് നോക്കുമ്പോൾ പ്രൈസ് ഭയങ്കര കൂടുതലാണ്, അഥവാ പി റേഷ്യോ ഭയങ്കര കൂടുതലാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സ്റ്റോക്ക് മാർക്കറ്റ് അടുത്തൊരു വർഷത്തേക്ക് വളരെ നല്ല റിട്ടേൺസ് തരാനുള്ള ചാൻസ് ഇല്ല. മാത്രമല്ല, എന്തെങ്കിലും ഗ്ലോബൽ അൺസർട്ടനിറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചാലോ അല്ലെങ്കിൽ വോർ സംഭവിച്ചാലോ ആ ഒരു കാര്യം കൂടെ ചേർന്നിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് പോകാനാണ് ചാൻസ്. എക്സാക്ട്ലി അതിനാണ് സംഭവിച്ചത്. 2008 ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനോ അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിക് അല്ലായിരുന്നു പ്രശ്നം, വേൾഡ് എക്കണോമിക് ആയിരുന്നു പ്രശ്നം. ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു. മാത്രമല്ല ആ സമയത്ത് കൃത്യം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കുറച്ച് ഓവർ വാല്യൂഡ് ആയിരുന്നു, മാർക്കറ്റ് താഴേക്ക് പോയി. അപ്പോൾ നിഫ്റ്റി താഴേക്ക് പോയെന്ന് കാണാൻ പറ്റും. പക്ഷേ ആ ക്രാഷ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിഫ്റ്റിയുടെ പി നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 13 ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഭയങ്കര കുറവ് പി ആണ്. 13 പിൻ്റെ കറുത്ത് എന്താണ്? പ്രൈസ് ഭയങ്കര കുറവാണ്, പക്ഷേ ഏർണിങ്സ് അത്യാവശ്യം ഉണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് പ്രൈസും താഴേക്ക് പോയി ഏർണിങ്സും താഴെ പോയി. ഏർണിങ്സ് അത്യാവശ്യം ഉണ്ട്, പക്ഷേ പ്രൈസ് താഴെ കിടക്കുകയാണ്. ഇത് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആണ് ഈ സമയത്ത് ചാടി കയറി കുറേ പൈസ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ടിട്ടുണ്ടാവും. അതിൻ്റെ റിസൾട്ട് അവർക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവും. കാരണം ആ ഒരു പോയിന്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി അവിടുന്ന് കുതിച്ച് മുകളിലേക്ക് കയറി ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഐഡിയലി നിഫ്റ്റി എവിടെയാണ് വേണ്ടത്? ഇതുപോലെ പി കുറവുള്ള അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള പോയിന്റ്സിലാണ് വേണ്ടത്. ആ സമയത്തൊക്കെ നമ്മൾ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ ഒബ്വിയസ്ലി നമുക്ക് ക്ലിയർ ആണ്, കൂടുതൽ പൈസ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഫ്യൂച്ചറിൽ. നേരെ മറിച്ച് നിഫ്റ്റി ഓവർ വാല്യൂഡ് ആവുന്ന സമയത്ത് നമ്മൾ ഓവർ പോയി പൈസ ഇട്ട് കഴിഞ്ഞാൽ, എക്സ്ട്രാ പൈസ ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് അത്രത്തോളം ഫേവറബിൾ ആയിട്ട് വരണമെന്നില്ല. ഇതിന് മറ്റൊരു എക്സാമ്പിൾ നമുക്ക് കോവിഡിൻ്റെ സമയത്ത് നോക്കാം. ഇപ്പോൾ കോവിഡിൻ്റെ ക്രാഷ് വന്ന സമയത്ത്, ഈ ക്രാഷ് ഡിപ്പ് വരുന്ന സമയത്ത് പി റേഷ്യോ ഓൾമോസ്റ്റ് 18 ഡിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഏർണിങ്സ് നല്ലതുണ്ട്, പക്ഷെ പ്രൈസ് മാത്രമേ ഡിപ്പായിട്ടുള്ളൂ. അത് വളരെ നല്ലൊരു സൈനാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റർ ആണെങ്കിൽ അയാൾ ചാടിക്കയറി എന്ത് ചെയ്യും? നല്ലോണം പൈസ അവിടെ ഡിപ്ലോയ് ചെയ്യുകയും അതുവഴി അയാൾ നല്ല റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇനി ഇടയിൽ വെച്ച് ഭയങ്കര സ്പൈക്ക് ചെയ്തെന്നും കാണാൻ പറ്റും. ആ ഒരു സ്പൈക്ക് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ കോവിഡിൻ്റെ സമയത്ത് പല കമ്പനീസിനും ടെമ്പററി ആയിട്ട് കുറച്ച് ലോസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ആ ടെമ്പററി ആയിട്ട് ലോസ് വന്നതുകൊണ്ടാണ് ആ ഒരു ചെറിയ സമയത്ത് വന്ന് പി റേഷ്യോ മുകളിലേക്ക് പോയത്. അപ്പോൾ പി റേഷ്യോൻ്റെ ചാർട്ടൊക്കെ നോക്കുമ്പോൾ നമ്മൾ ആക്ച്വൽ എൻവയോൺമെൻറ്റ്, ബിസിനസ് എൻവയോൺമെൻറ്റ്, മാർക്കറ്റ് എൻവയോൺമെൻറ്റ് കുറച്ച് അവെയർ ആയിരിക്കണം, അല്ലെങ്കിൽ ഇത് കുറച്ച് മിസ്ലീഡിംഗ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, സ്റ്റോക്ക് മാർക്കറ്റ് അണ്ടർ വാല്യൂഡ് ആകുമ്പോൾ അഥവാ പി റേഷ്യോ ഭയങ്കര കുറവാകുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും. കാരണം അടുത്ത വർഷങ്ങളിൽ നല്ല റിട്ടേൺസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആകുമ്പോൾ പി റേഷ്യോ ഭയങ്കര കൂടുതലാവുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്ര നല്ല ഐഡിയ ആയിരിക്കില്ല, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എക്സ്ട്രാ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്ര നല്ല ഐഡിയ ആയിരിക്കില്ല. കാരണം അടുത്ത വർഷങ്ങളിൽ ഭയങ്കര റിട്ടേൺസ് ഉണ്ടാക്കാനുള്ള ചാൻസ് കുറവാണ്. ഇനി ഇത് ഞാൻ വെറുതെ ചാർട്ട് വെച്ച് പറഞ്ഞ കാര്യമാണ്. ആക്ച്വലി നമ്മൾ ഡേറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലെയാണോ കാര്യം? അത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ റിസർച്ച് ആക്ച്വലി പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കംപ്ലീറ്റ് റിസർച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രകാരം ഇവർ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ പി റേഷ്യോ ഓരോരോ ബാൻഡിലെടുത്തു. ഫോർ എക്സാമ്പിൾ 10-ന്റെ 15-ന്റെ ഇടയിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? ഓൾമോസ്റ്റ് 799 പ്രാവശ്യം നിഫ്റ്റി ഈ ഒരു ബാൻഡിൽ വന്നിട്ടുണ്ട്, ഈ റേഞ്ചിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. 15-ന്റെ 20-ന്റെ ഇടയിൽ ഇത്രയും പ്രാവശ്യം, അങ്ങനെ 25-ന്റെ 30-യുടെ ഇടയിൽ കുറച്ച് ഓവർ വാല്യൂഡ് ആയിട്ടുള്ള സമയമാണ് 775 പ്രാവശ്യം. അതിൻ്റെ ശതമാനമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ശതമാനം സമയമാണ് നിഫ്റ്റി ഈ ഒരു റേഞ്ചുകളിൽ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് നോക്കിയാൽ മനസ്സിലാവും ഓൾമോസ്റ്റ് 70% ടൈംസും നിഫ്റ്റി 15-ന്റെയും 25-ന്റെ ഇടയിലാണ് ടൈം സ്പെൻഡ് ചെയ്യാറ്. വല്ലപ്പോഴും ഒരു 15% ടൈംസ്, നമ്മൾ കഴിഞ്ഞ 10 വർഷം നോക്കുകയാണെങ്കിൽ ഒരു 15% ടൈംസ് 10-15 ഇടയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അഥവാ അണ്ടർ വാല്യൂഡ് ആയിട്ടുണ്ട്. ആൻഡ് ഓൾമോസ്റ്റ് വീണ്ടും ഒരു 15% ടൈംസ് നിഫ്റ്റി കുറച്ച് ഓവർ വാല്യൂഡ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത നമ്മുടെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അണ്ടർ വാല്യൂഡ് ആയ സമയത്തും ഓവർ വാല്യൂഡ് ആയ സമയത്തും നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര റിട്ടേൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും? അപ്പോൾ ഈ ഒരു കാര്യം ഇവർ റിസർച്ചിൽ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫൈൻഡിങ്സ് ആണ് നിങ്ങളോട് കാണുന്നത്. അതായത് നിഫ്റ്റി 10-ന്റെയും 15-ന്റെയും ഇടയിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അടുത്ത ഒരു വർഷത്തിൽ നിങ്ങൾ ഓൺ ആവറേജ് നോക്കുകയാണെങ്കിൽ എത്ര റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും? 52% റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അടുത്ത 3 വർഷത്തിലാണ് 31.3,
CAGR റിട്ടേൺസ് ഓരോ വർഷം എത്രത്തോളം റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും ഓൾമോസ്റ്റ്. ആൻഡ് അടുത്ത 5 ഇയേഴ്സിൽ നോക്കുകയാണെങ്കിൽ ഗംഭീര 25.8 റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സമയത്ത് നിങ്ങൾ എക്സ്ട്രാ പൈസ ഇട്ട് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഷുവറാണ് ഓൺ ആൻ ആവറേജ് നിങ്ങൾ നല്ല റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്നാൽ ഓവർ വാല്യൂഡ് ആയിട്ട് നോക്കുകയാണെങ്കിലോ ഓവർ വാല്യൂഡ് ആയിട്ടുള്ള സമയത്ത് പി റേഷ്യോ ഭയങ്കര കൂടുതലുള്ള സമയത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ അടുത്ത ഒരു വർഷത്തിൽ ഓൺ ആൻ ആവറേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ -4.6 നെഗറ്റീവ് റിട്ടേൺസ് ആയിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവും. 3 ഇയേഴ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൺ ആൻ ആവറേജ് നെഗറ്റീവ് റിട്ടേൺസ് ആയിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആൻഡ് 5 ഇയേഴ്സിൽ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് 3% CAGR റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് ബേസിക്കലി നിങ്ങൾ കാര്യമായിട്ട് റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്നാണ് ഈ റിസർച്ച് കാണിക്കുന്നത്. ഇടയിലുള്ള പി റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അതേ ഒരു ട്രെൻഡാണ്. ജനറലി പറയുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അഥവാ നിഫ്റ്റിയുടെ പി റേഷ്യോ ഭയങ്കര കൂടുതലാകുമ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 1, 2, 3, 4, 5 വർഷങ്ങളിൽ ഭയങ്കര റിട്ടേൺസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. റിസർച്ചും അതാണ് കാണിക്കുന്നത്. എന്നാൽ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സമയത്ത് പി റേഷ്യോ വളരെ കുറവുള്ള സമയത്ത് നിങ്ങൾ കുറച്ച് അധികം പൈസ ഇട്ടാൽ വളരെ നല്ല ഐഡിയ ആയിരിക്കും. കാരണം അടുത്ത വർഷങ്ങളിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള റിട്ടേൺസ് ഉണ്ടാക്കാനുള്ള ചാൻസ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ പി റേഷ്യോ എത്രയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത 1 വർഷം, 3 വർഷം, 5 വർഷം എത്ര റിട്ടേൺസ് ആണ് ഉണ്ടാക്കുക എന്നുള്ള കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു കാര്യമാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നിഫ്റ്റിയുടെ വാല്യൂ 25,279 ആണ്. പക്ഷേ ഈ പ്രൈസ് കൊണ്ട് മാത്രം നമുക്ക് കാര്യമില്ല, നമുക്ക് പി റേഷ്യോ ആണ് വേണ്ടത്. പി റേഷ്യോ ഒഫീഷ്യലി കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് niftyindex.com പോവുക. അല്ലാത്ത വെബ്സൈറ്റ്സിലും കിട്ടും, പക്ഷേ ഒഫീഷ്യൽ കിട്ടാൻ വേണ്ടി ഇവിടെ പോവുക. റിപ്പോർട്ട്സ് എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഹിസ്റ്റോറിക്കൽ ഡേറ്റ എടുക്കുക. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പി റേഷ്യോ കിട്ടും. അതിൽ നിങ്ങൾ കൊടുക്കേണ്ട ഹിസ്റ്റോറിക്കൽ ഇൻഡെക്സ് ഡേറ്റിന് പകരം PBR റേഷ്യോസ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നിഫ്റ്റി, നമുക്ക് ഇവിടെ ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സ് എടുത്തിട്ട് Nifty 50 കൊടുക്കാം. ഓക്കെ. എന്നിട്ട് ടൈം പീരീഡ് നമുക്ക് ജസ്റ്റ് ഇന്നത്തെ മാത്രം മതി. സോ ജസ്റ്റ് ഒരു ദിവസം മുന്നിലുള്ള ഡേറ്റ് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ദിവസത്തെയും പി റേഷ്യോ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ പി റേഷ്യോ നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പി റേഷ്യോ എടുക്കുകയാണെങ്കിൽ 22.27 ആണ് പി റേഷ്യോ. അപ്പോൾ 22.4 എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചിലാണ് വരിക. എന്ന് മാത്രമല്ല ഈ റേഞ്ചിൻ്റെ കൃത്യം നടുവിലാണ് വരിക. 22.5 ആണ് കൃത്യം നടുവിലുള്ളത്, 22.4 തൊട്ട് താഴെയാണുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കലി ഈ ഒരു പോയിന്റിൽ നിന്ന് അടുത്തൊരു വർഷത്തിൽ നിഫ്റ്റി ഉണ്ടാക്കാൻ പോകുന്ന റിട്ടേൺസ് 2.8% ഉള്ളൂ. അടുത്ത 3 ഇയേഴ്സിലാണ് CAGR 5.9% പോവാം. ആൻഡ് അടുത്ത 5 ഇയേഴ്സിലാണെങ്കിൽ 7.4% ഉള്ളൂ. ഇനി ഇത് ഈ പോയിന്റ് മുതലുള്ള റിട്ടേൺസ് ആണ് കേട്ടോ. നിങ്ങൾ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തവരാണെങ്കിൽ ആ പോയിന്റ് മുതൽ അടുത്ത 5 വർഷത്തെ റിട്ടേൺസ് ചിലപ്പോൾ 10%, 12% ആവും. നിങ്ങൾ കുറച്ചും കൂടി കഴിയുമ്പോൾ ചിലപ്പോൾ നിഫ്റ്റി താഴേക്ക് ഫോളോ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ പി റേഷ്യോ എന്നാണ് ചിലപ്പോൾ ഈ ഒരു ബാൻഡിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അവിടെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് അടുത്ത 5 വർഷത്തെ റിട്ടേൺസ് ഒക്കെ ഈ പറഞ്ഞ പോലെ 14%, 50% ആവും. പക്ഷേ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ഇതാണ് നിങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ആവറേജ് റിട്ടേൺസ്. ഇനി ഇത് എൻ്റെ പ്രൊഡിക്ഷനാണോ? അതായത് അടുത്ത 1 വർഷത്തിൽ ഇത്രയായിരിക്കും റിട്ടേൺസ്, അടുത്ത 3 വർഷത്തിൽ ഇത്രയായിരിക്കും റിട്ടേൺസ്. ഒരിക്കലും ഞാൻ ആ മണ്ടത്തരം ചെയ്യാൻ പോകുന്നില്ല. ഇത് ജസ്റ്റ് ഡേറ്റ പറയുന്ന കാര്യമാണ്, എന്നോട് പറയുന്ന കാര്യമാണ്. ഡേറ്റ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇതൊക്കെ ആവറേജ് റിട്ടേൺസ് ആണ്. അതായത് ഓരോ പ്രാവശ്യവും നിഫ്റ്റി ബാൻഡിൻ്റെ ഇടയിൽ വരുന്ന സമയത്ത് ഇതുപോലെ 1 ഇയറിലും 3 ഇയറിലേക്ക് എടുത്തിട്ട് അതിന് ആവറേജ് എടുത്തപ്പോൾ കിട്ടിയ വാല്യൂസാണ്. പക്ഷേ ആവറേജ് മാത്രമാണ്. ആക്ച്വൽ ഡേറ്റ ഞാൻ നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ അതിൽ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ആക്ച്വൽ ടേബിളാണ് ഇവിടെ കാണുന്നത്, ആ റിസർച്ച് ചെയ്തതിൻ്റെ. അതിൽ 10 to 15 ഇടയിൽ പി റേഷ്യോ വന്ന സമയത്ത് ആവറേജ് 1 ഇയർ റിട്ടേൺ ഞാൻ പറഞ്ഞ പോലെ തന്നെ 52.5% ആണ്. പക്ഷേ മാക്സിമം മിനിമം എടുത്താലോ, അതായത് എപ്പോഴൊക്കെയോ ഈ സാധനത്തിൻ്റെ ഇടയിൽ വന്നപ്പോൾ പി റേഷ്യോ വന്ന സമയത്ത് റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ടോ, കുറേ ടൈപ്പ് റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ടോ. അതിൽ മാക്സിമം എത്രയാണ്? മാക്സിമം ഭയങ്കര കൂടുതലാണ്, 104%, ഡബിൾ ആയിട്ടുണ്ട് നിഫ്റ്റി. പക്ഷേ മിനിമം ഉണ്ട്, മൈനസ് റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നിഫ്റ്റി അണ്ടർ വാല്യൂഡ് ആയുള്ള സമയത്ത് നിങ്ങൾ പൈസ ഇട്ടാലും ചിലപ്പോൾ അടുത്ത വർഷത്തിൽ നിങ്ങൾ നെഗറ്റീവ് റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഓൺ ആൻ ആവറേജ് നിങ്ങൾ വളരെ നല്ല റിട്ടേൺസ് ഉണ്ടാക്കാനാണ് ചാൻസ്. പക്ഷേ അത് നിർബന്ധമുള്ള ഒരു കാര്യമല്ല. ചിലപ്പോൾ നിങ്ങൾ നെഗറ്റീവ് റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതേസമയം നിങ്ങൾ ഓവർ വാല്യൂഡ് ആയുള്ള സമയത്ത് നമ്മൾ മാക്സിമം റിട്ടേൺസ് 1 ഇയറിൽ നോക്കുകയാണെങ്കിൽ 19.8 പോസിറ്റീവ് റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒബ്വിയസ്ലി ആവറേജ് നെഗറ്റീവ് തന്നെയാണ്. പക്ഷേ ഏതൊക്കെയോ ഒരു സമയങ്ങളിലൊക്കെ ആൾക്കാരെന്താണ് പോസിറ്റീവ് റിട്ടേൺസും എന്ന് മാത്രമല്ല ഒരു ഓൾമോസ്റ്റ് 20% റിട്ടേൺസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡേറ്റ പറയുന്നത് നമ്മൾ ഇപ്പം അണ്ടർ വാല്യൂഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ അടുത്തൊരു വർഷത്തിൽ നമ്മൾ ഭയങ്കര റിട്ടേൺസ് ഉണ്ടാക്കണം, ഒരു നിർബന്ധമുള്ള കാര്യമല്ല. ഭയങ്കര റിട്ടേൺസ് നമുക്ക് വേണം എക്സ്പെക്ട് ചെയ്യാം. ഡേറ്റൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്താണ് അത്രയും എക്സ്പെക്ട് ചെയ്യാം. ഭയങ്കര ഓവർ വാല്യൂഡ് ആയ സമയത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തൊരു വർഷത്ത് ഭയങ്കര നെഗറ്റീവ് റിട്ടേൺസ് ഉണ്ടാക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് നമ്മൾ ഭയങ്കര റിട്ടേൺസ് ഉണ്ടാക്കില്ല എന്നാണ്. ചിലപ്പോൾ ഭയങ്കര റിട്ടേൺസ് ഉണ്ടാക്കാം, ചിലപ്പോൾ റിട്ടേൺസ് ഉണ്ടാക്കില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ മാത്രമേ നിങ്ങൾ മാർക്കറ്റിനെ പറ്റി ചിന്തിക്കാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ആക്ച്വലി കുറച്ചും കൂടി മെൻ്റലി ഫ്രീ ആയിരിക്കും, നിങ്ങൾ കുറച്ചുകൂടി ചില്ലായിരിക്കും. അണ്ടർ വാല്യൂഡ് ആകുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഓക്കെ നല്ലൊരു സമയമാണ്,
ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അടുത്തൊരു വർഷം കഴിയുമ്പോൾ ഞാൻ ഭയങ്കര റിട്ടേൺസ് ഉണ്ടാക്കണം ഒരു നിർബന്ധമില്ല. പക്ഷേ അടുത്ത 1 ഇയറിലും 3 ഇയറിലും 5 ഇയറിലൊക്കെ അത്യാവശ്യം നല്ല റിട്ടേൺസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാം, നല്ലൊരു എക്സ്പെക്ടേഷൻ ആയിട്ട് മുന്നോട്ട് പോകാം. അത് ഭയങ്കര കുറഞ്ഞാലും ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല, ഞാൻ ഓവർ സങ്കടപ്പെടാൻ പാടില്ല. നേരെ മറിച്ച് ഓവർ വാല്യൂഡ് ആയുള്ള സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഈ സമയത്ത് ഓവർ വാല്യൂഡ് ആണ്, അടുത്തൊരു വർഷത്തിൽ ഞാൻ ഗംഭീര റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല, എൻ്റെ എക്സ്പെക്ടേഷൻ കുറവായിരിക്കണം. അതുകൊണ്ട് തന്നെ കുറേ പൈസ കൊണ്ട് ഞാൻ പെടുന്നില്ല, ഞാൻ SIP ഒക്കെ ചെയ്ത് സ്റ്റാഗർ ചെയ്തിട്ട് ഓരോരോ മാസം ഇടുന്നുള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം മിക്കവാറും നെഗറ്റീവ് റിട്ടേൺസും എല്ലാവർക്കും ഉണ്ടാവും അടുത്തൊരു വർഷം. ഇനി പോസിറ്റീവ് ആണെങ്കിലോ നിങ്ങൾ നല്ല ഹാപ്പി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അടുത്തൊരു വർഷത്തിൽ നിഫ്റ്റി എത്ര എത്തും എന്നുള്ള പ്രഡിക്ഷൻ ചെയ്യാൻ പോകുന്നില്ല, അടുത്ത 3 വർഷത്തിൽ 5 വർഷത്തിൽ ചെയ്യാൻ പോകുന്നില്ല. കാരണം ഞാനൊരു മണ്ടനല്ല. ഇനി ഇത് വേണം നിങ്ങൾക്ക് എൻ്റെ കഴിവുകേടായിട്ട് കാണാം. പക്ഷേ എൻ്റെ കഴിവുകേടായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ US സ്റ്റോക്ക് മാർക്കറ്റിലെ അഥവാ വാൾ സ്ട്രീറ്റിലെ ഏറ്റവും വലിയ ബ്രോക്കറേജസും ഏറ്റവും വലിയ ഫണ്ട് ഹൗസസും അവരെ നിങ്ങൾ മണ്ടന്മാരായിട്ട് കരുതേണ്ടി വരും. അതിൻ്റെ കാരണം ഈ ഒരു ചാർട്ടിൽ നിങ്ങൾക്ക് കാണാം. അതായത് US-ലൊക്കെ, ഇന്ത്യയിലും ചെയ്യാറുണ്ട്, US-ലൊക്കെ വളരെ ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ട് എല്ലാവരും കാര്യമായിട്ട് സീരിയസ് ആയിട്ട് ചെയ്യുന്ന കാര്യമാണ് ഫോർകാസ്റ്റിംഗ്. S&P 500 എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻഡെക്സ്, നമ്മുടെ നിഫ്റ്റി പോലത്തെ അവരുടെ ഇൻഡെക്സ് ഓരോ വർഷത്തിലും എത്ര റിട്ടേൺസ് ആയിരിക്കും ഉണ്ടാക്കുക എന്നുള്ള കാര്യം അവർ എല്ലാ വർഷവും ഫോർകാസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഫോർകാസ്റ്റിംഗ് ആക്ച്വൽ ഡേറ്റ ആയിട്ട്, കാരണം ഫോർകാസ്റ്റ് ചെയ്തിട്ട് ആക്ച്വലി എത്രയാണോ S&P 500 റിട്ടേൺസ് ഉണ്ടാക്കുന്ന ആ ഒരു ഡേറ്റ ഉണ്ടാവുമല്ലോ, അതാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ആക്ച്വലി S&P 500 ഓരോ വർഷവും ഉണ്ടാക്കിയ റിട്ടേൺസ് ആണ് നിങ്ങൾ ഈ വെള്ള പോയിന്റ്സിൽ കാണുന്നത്, വെള്ള ഈ ഡയമണ്ട് ഷേപ്പിൽ കാണുന്നത്. ആ വർഷങ്ങളിൽ ഓരോ ആൾക്കാരുണ്ടാക്കിയ പ്രഡിക്ഷൻസ്, ഓരോ ബ്രോക്കറേജസ് ഉണ്ടാക്കിയ പ്രഡിക്ഷൻസ് ആണ് ഈ പിങ്ക് കളർ ലൈനിൽ കാണുന്നത്. അതിൻ്റെയൊക്കെ റേഞ്ചാണ്, മാക്സിമം മിനിമം റേഞ്ചാണ് കാണുന്നത്. നിങ്ങൾ വെറുതെ നോക്കിയാൽ മനസ്സിലാവും മിക്ക വർഷങ്ങളും ഇവിടെ 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 ഈ അനലിസ്റ്റുകൾ അല്ലെ ബ്രോക്കറേജസ് പ്രഡിക്റ്റ് ചെയ്ത റിട്ടേൺസിൻ്റെ അടുത്ത് പോലും അല്ല ആക്ച്വൽ റിട്ടേൺസ് ഉണ്ടാക്കിയത്. അതായത് അവരെല്ലാം കൂടെ പ്രഡിക്റ്റ് ചെയ്തതിൻ്റെ റേഞ്ചാണ് അവിടെ കാണുന്നത്, അതിന് അടുത്ത് പോലും അല്ല ആക്ച്വലി S&P 500 ഉണ്ടാക്കിയ റിട്ടേൺസ്. എന്ന് മാത്രമല്ല ആരും തന്നെ കൃത്യം, ഓരോരോ ഇൻഡിവിജ്വൽ ബ്രോക്കേഴ്സിനെയാണ്, ആരും തന്നെ കൺസിസ്റ്റൻ്റ്ലി കൃത്യമായിട്ട് ആർക്കും ഈ ഒരു S&P 500 അഥവാ അവരുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് എന്നെ പോലത്തെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാരല്ല, വലിയ റിസർച്ച് ടീമുള്ള കുറേ ഡേറ്റയുള്ള, നമ്മുടെ PE റേഷ്യോനെക്കാളും ഒരു 100 കണക്കിന് പവർഫുൾ ആയിട്ടുള്ള ഡേറ്റയുള്ള ആൾക്കാർ പ്രെഡിക്റ്റ് ചെയ്യുന്ന കാര്യമാണിത്. അവർക്ക് പോലും ആക്ച്വൽ റിട്ടേൺസ് ഉണ്ടാക്കിയതിൻ്റെ അടുത്ത് പോലും എത്താൻ പറ്റില്ല എന്നാണ് റിയാലിറ്റി. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത് എന്നെ പോലത്തെ ആൾക്കാരോ അല്ലെ ഇന്ത്യയിൽ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്ന വേറെ ഏത് വമ്പന്മാരാണെങ്കിലും അവർക്ക് നിഫ്റ്റിയോ സ്റ്റോക്ക് മാർക്കറ്റോ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം അവർ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളെ മണ്ടന്മാരാക്കുകയാണ്, അല്ലെ അവർക്ക് വേറെ എന്തെങ്കിലും അജണ്ട ഉണ്ടെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആസ് എൻ ഇൻവെസ്റ്റർ നിങ്ങൾ ചെയ്യേണ്ടത്രയേ ഉള്ളൂ, അണ്ടർ വാല്യൂഡ് ആയുള്ള സമയത്ത് പറ്റുന്ന അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കാം. ഓവർ വാല്യൂഡ് ആയുള്ള സമയത്ത് ഓവർ കൊണ്ട് ലംസം ഒന്നും ചെയ്യേണ്ട, SIPs ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ലോങ് ടേമിൽ ആക്ച്വൽ വെൽത്ത് ഉണ്ടാക്കും. റിട്ടേൺസ് 1% ആണോ 20% ആണോ 50% ആണോ എന്നുള്ള കാര്യം നിങ്ങൾ കുറേ നോക്കരുത്. അത് നോക്കിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആക്ച്വൽ വെൽത്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വാലിഡ് പോലുമില്ല. പിന്നെ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രഡിക്ഷൻ കളിച്ച് ഇങ്ങനെ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വൽ വെൽത്ത് ഉണ്ടാക്കാൻ പറ്റും. ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ കൂപ്പൺ കോഡും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു സേഫ് ഇൻവെസ്റ്റിംഗ് ജേർണി വിഷ് ചെയ്തുകൊണ്ട് വീഡിയോ എൻഡ് ചെയ്യുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.